മലയാളികളുടെ ചിരിക്കുടുക്ക നീതിയുടെ കരങ്ങളിലേക്ക് തിരിച്ചു പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ അതിരുകളില്ലാത്ത ആകാശത്തിലൂടെ ചിരിയുടെ ആരും കണ്ടിട്ടില്ലാത്ത പറഞ്ഞു കേട്ടിട്ടില്ലാത്ത പുതിയ ലോകത്തേക്ക് ഓർമ്മകളുടെ പുതിയ മേഘക്കൂടുകളിൽ ഒതുങ്ങാനും സ്നേഹത്തിന്റെ നനവാർന്ന ആ വിളികളിലൂടെ പെയ്തിറങ്ങാനും പറന്നകന്നിരിക്കുന്നു. മലയാളികളുടെ മനോമുകുലത്തിൽ ചിരിയുടെ മെത്താപ്പുകൾ ആവോളം കത്തിച്ചെറിഞ്ഞ മലയാളികളുടെ മഹാനടൻ അബ്രപാളികൾക്കപ്പുറത്തേക്ക് ഒളിച്ചു പോയപ്പോൾ നോവിൽ പൊതിഞ്ഞ സ്നേഹവാക്കുകൾക്ക് പകരം നമ്മൾ മലയാളികൾ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കൂർത്ത മുനകളെറിഞ്ഞ് ആ ഭൗതിക ശരീരത്തെ വീണ്ടും മുറിവേൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഇത്രയധികം മതപ്പതിച്ചു പോയത്? അഭിപ്രായ വ്യത്യാസങ്ങൾ ആരിലും ഉണ്ടാവാം, വിയോജിപ്പുകൾ. അത് മണ്ണത്തിന് വക്കോളം മാത്രമേ ഉണ്ടാകാവൂ. മരിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു പകക്കും വെറുപ്പിനും പിന്നെ സ്പേസ് ഇല്ല. മരണപ്പെട്ടവർ മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധരാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഇടതുപക്ഷ സൈബറിടങ്ങളിൽ മരിച്ചിട്ടും ആ നടനോടുള്ള പക അവസാനിക്കുന്നില്ല. അയാൾക്ക് നൽകിയ അനുശോചനക്കുറിപ്പിന്റെ താഴെ ചത്തെന്ന് ആക്ഷേപിച്ചവർ, കോമാളി എന്ന് കളിയാക്കിയവർ, ചെറ്റയെന്ന് അധിക്ഷേപിച്ചവർ, മരിച്ച മനുഷ്യരുടെ വെറുപ്പിന്റെ പരകോടി ഉയർത്തിയവർ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അനുഭാവികളുമാണെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. മുമ്പും 51 വെട്ടുവെട്ടി കൊന്നവനെ കുലംകുത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ചവരും അവർ തന്നെയാണ്. ഇതിനൊക്കെ ആ അതുല്യ കലാകാരൻ ചെയ്ത തെറ്റെന്താണ്? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ പാർട്ടിയെ വിമർശിച്ചു, പാർട്ടി നേതാക്കളെ വിമർശിച്ചു എന്നതാണ്. അദ്ദേഹത്തിന്റെ അവസാന നാളിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ നേതാക്കളെ ആർക്കും വിമർശിക്കാൻ അവകാശമുണ്ട്. ആരും വിമർശനത്തിന് അതീതരല്ല. വിമർശനം നടത്തിയതിനാണ് മരിച്ചിട്ടും വീണ്ടും വീണ്ടും മൃഗീയമായി ചെമ്പടക്കുറ്റങ്ങൾ സലീം കുമാറിനെ കൊന്നുതള്ളിയത്. ഒരുതരം വെറിപിടിച്ച രാഷ്ട്രീയക്കാർ. ഈ നെറുകെട്ടും അക്രമോത്സുകതയും തന്നെയാവാം ജനങ്ങൾ നിങ്ങളെ കൈയൊഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകവും. സ്വന്തം മാതാപിതാക്കളുടെ മരണം, സ്വന്തം മക്കളുടെ ബലഹീനത, സ്വന്തം ഭാര്യമാരുടെ സൗന്ദര്യം എല്ലാം വിൽപ്പന ചരക്കാക്കുന്ന ആ സോഷ്യൽ മീഡിയ ലോകമാണെന്നുള്ളത്. അവരും വിട്ടില്ല ആ പാവം മനുഷ്യന്റെ ദേഹിയൊഴിഞ്ഞ ദേഹത്തെ ചിതയിലേക്ക് എടുക്കാൻ. ആ മരണാനന്തര കർമ്മത്തിൽ സ്വന്തം കുടുംബത്തിന് അസൗകര്യമുണ്ടാക്കി ജനങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നു മക്കൾക്ക്. റീച്ചിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളും നെറുകേടുകളും.